ട്രേഡ് നേതാക്കളെയും AIT ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എന്റെ ചെറുവാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ കേരളത്തിൽ ആദ്യമായിട്ട് നടപ്പിലാക്കിയത് ഏത് വർഷം? നടപ്പിലാക്കിയത് 1934. അല്ല, 1923 ആദ്യമായിട്ട് മെയ് ദിന റാലി നടപ്പിലാക്കിയത്. അത് തൊഴിൽ സുരക്ഷ ഇല്ലാത്തതും അടിമ സമാനമായ തൊഴിൽ സാഹചര്യം, ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ തൊഴിൽ സമയം, അതിന് ക്ലിപ്തമായ തൊഴിൽ സമയമില്ല, പറയുന്ന മുതലാളി തീരുമാനിക്കുന്ന സമയത്ത് ജോലി ചെയ്യണം, ആ അടിമപ്പണിക്ക് സമാനമായി കൂലിയില്ല, അപ്പോൾ പ്രതിഷേധിക്കാനോ സംഘടിക്കാനോ അവകാശമില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ തൊഴിലാളികൾക്ക് ഒത്തുകൂടാൻ, ഇപ്പോൾ ഇത് ഗാന്ധി പാർക്ക് വന്നതുപോലെ തൊഴിലാളികൾക്ക് ഒത്തുകൂടാനുള്ളൊരു ഇടം, വലിയ സ്പേസ് ആയിരുന്നു അമേരിക്കയിലെ ഹേ മാർക്കറ്റ്. അവിടെയാണ് തൊഴിലാളികൾ അന്ന് ഒത്തുകൂടിയത്. മെയ് 1 ഒത്തുകൂടി. ആ സമരമാണ് പിന്നീട് ഒരു വലിയ രക്തരൂക്ഷിതമായ വിപ്ലവമായി ചരിത്രത്തിൽ മാറിയത്. എന്തിൻ്റെ പേരിലായിരുന്നു മെയ് ദിനം ആചരിക്കാൻ ഉണ്ടായ നിമിത്തമായിട്ടുള്ള വിഷയം? മെയ് ദിനം ആചരിക്കാനുണ്ടായത് ഈ തൊഴിലാളി സമരത്തെ തുടർന്ന് അമേരിക്കൻ പട്ടാളം അതിക്രൂരമായ ഒരു നരനായാട്ടാണ് ആ സമാധാനപരമായി സമരം നടത്തിയ അവർക്കെതിരായി ഉണ്ടായത്. അപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് മെയ് മാസം 4-ാം തീയതി തൊഴിലാളികൾ 10 മടങ്ങ് ശക്തിയോടുകൂടി ആ ഹേ മാർക്കറ്റിൽ ഒത്തുകൂടുകയും അവർ പ്രക്ഷോഭത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അവർ കടകൾ അടപ്പിക്കാനോ ബന്ദ് നടത്താനോ ഹർത്താൽ നടത്താനോ അല്ല, അവരൊത്തുകൂടി അവർ ആ സമരം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. പക്ഷേ ആ സമരത്തിന് നേരെ പോലീസ് അതികഠിനമായ ക്രൂരമായ നിലയിൽ വേട്ടയാടുകയും നിരവധിയായ രക്തസാക്ഷികൾ അവിടെ ആ വേട്ടയാടലിൽ വെടിയേറ്റ് വീണ് മരിക്കുകയും ചെയ്തു. തൊഴിലാളികളും സ്വാഭാവികമായി പോലീസും പട്ടാളവും തൊഴിലാളികളും തമ്മിലുള്ളൊരു ഏറ്റുമുട്ടൽ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി രണ്ട് ഭാഗത്തും കുറേ നാശനഷ്ടം ഉണ്ടാവും. 7 പട്ടാളക്കാർ, അമേരിക്കൻ പട്ടാളക്കാർ അതിൻ്റെ ഭാഗമായി മരിച്ചു. ആ മരിച്ചതിൻ്റെ ഭാഗമെന്നോണം അവിടെ ആ സമരത്തിന് നേതൃത്വം കൊടുത്തവർ എന്ന നിലയിലുള്ള പ്രധാനപ്പെട്ട 8 പേരെ അമേരിക്കൻ പട്ടാളം പല സന്ദർഭങ്ങളിലായി കൈവശപ്പെടുത്തി അവരെ വിചാരണക്കാരായി മാറ്റി. ആ 8 പേരെ വിചാരണക്കാരായി മാറ്റിയതിലാണ് പ്രായപൂർത്തിയാകാത്തതിൻ്റെ പേരിലും അങ്ങനെ ലഘുവായ കുറ്റങ്ങൾ എന്ന നിലയിലും 3 പേരെ മാറ്റി നിർത്തിയിട്ട് ബാക്കി 5 പേരെ കുറ്റക്കാരായി അവർ കണ്ടെത്തി. ആ കണ്ടെത്തിയതിലൊന്നാണ് ആഗസ്റ്റ് സ്പൈസസ്, അഡോൾഫ് ഫിഷർ, പാഴ്സൺ, ജോർജ് ഏങ്കൽ, അതുപോലെ തന്നെ ലിങ് ലൂയി. ഇങ്ങനെ 5 പേരെയാണ് അവർ അതുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. പക്ഷേ അവരെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുക മാത്രമല്ല, അവരെ എല്ലാവരും തൂക്കിലേറ്റാൻ വിധിക്കുകയും ചെയ്തു. 4 പേരെ തൂക്കിലേറ്റായി. 5 പേരെ തൂക്കിലേറ്റാൻ വിധിച്ചു. തൂക്കിലേറ്റുന്നതിൻ്റെ തലേ ദിവസം അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് തൂക്കിലേറ്റാൻ പോലും നിന്നുകൊടുക്കാൻ എൻ്റെ ആത്മാഭിമാനം അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് ചെറുപ്പക്കാരനായ ലിങ് ലൂയി വിഷം കഴിച്ച് ജയിലിനകത്ത് വെച്ച് ആത്മഹത്യ ചെയ്തു. അങ്ങനെ വന്നപ്പോഴാണ് 4 പേരെ തൂക്കിലേറ്റുന്ന നിലയിലേക്ക് വന്നത്. അപ്പോൾ ഇതാണ് മെയ് ദിനവുമായി ബന്ധപ്പെട്ട ചരിത്ര പശ്ചാത്തലം.